കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ ഒരു കാര്യദർശി അതിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ കെട്ടിത്തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നടേശൻ്റെ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ഷെയിമാണ്. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് നടേശൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ സ്ഥാനത്ത് എൻ്റെയോ മറ്റാരുടെയെങ്കിലോ പേരാ എഴുതിയിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര നാൾ ജയിലിൽ പോയി കിടക്കുന്നതല്ലേ. പിണറായി വിജയനുമായിട്ടുള്ള വഴിവിട്ട ബന്ധമാണ് മഹേശന്റെ മരണത്തിൽ ഒന്നും ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാർ മഹേശന്റെ പോക്കറ്റിൽ വേറെയും ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ മാറ്റിയെന്നും ഒരുപാട് തെളിവുകൾ നശിപ്പിച്ചു എന്നും അറിയുവാൻ കഴിഞ്ഞു. ഫോർ ദ പീപ്പിൾ ചാനലിൻ്റെ ചർച്ചാവേദിയിലേക്ക് രണ്ടുപേർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഇന്നിപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ കേരളത്തിൽ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ സന്തത സഹചാരിയായി, SNDP യോഗത്തിൻ്റെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി, അതോടൊപ്പം തന്നെ കണിച്ചുകുളങ്ങര യൂണിയൻ്റെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ KK മഹേശൻ്റെ ആത്മഹത്യ. KK മഹേശൻ്റെ അതൊരു ആത്മഹത്യാ കേസ് ഗൗരവത്തിൽ പോലീസ് അന്വേഷിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആദരണീയനായ കേരള സമൂഹം ബഹുമാനത്തോടെ വീക്ഷിക്കുന്ന ശ്രീ VM സുധീരൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും KK മഹേശൻ്റെ ആത്മഹത്യ സമഗ്രമായി പുനരന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ കത്ത് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ KK മഹേശൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതും ആത്മഹത്യയ്ക്ക് ശേഷം നടന്നതുമായ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു അഭിപ്രായമാണ് ശ്രീ അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ KM സന്തോഷ് കുമാർ SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക വക്താവായിരുന്നു. അതോടൊപ്പം തന്നെ മീനച്ചിൽ SNDP യൂണിയൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട SNDP യൂണിയനുകളുടെ സെക്രട്ടറിയായും കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ ആ സംഭവത്തിൽ മഹേശനുമായിട്ടും അതുപോലെ തന്നെ നടേശനുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ശ്രീ സന്തോഷ് കുമാർ. അതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. താങ്കളുടെ ചോദ്യം കേരള സമൂഹത്തോടുള്ള ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മഹേശനെ ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണമൊഴിയായി കൺസിഡർ ചെയ്യുമ്പോൾ പാൽസാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ SP ആയിട്ട് പെൻഷനായിരുന്നു. ഡൈൻ ഡിക്ലറേഷൻ ബിഫോർ എ ഡോക്ടർ, ബിഫോർ എ പേഴ്സൺ, ബിഫോർ എ പോലീസ് ഓഫീസർ, നിരവധി തരത്തിലുള്ള ഡൈങ് ഡിക്ലറേഷൻസ്, മരണമൊഴികളുണ്ട്. അത് മരിക്കുമ്പോൾ ആരും കള്ളം പറയില്ല എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ നിയമത്തിൻ്റെ ഒരു അടിസ്ഥാനമായ വിശ്വാസം, അല്ലേ? ജുഡീഷ്യറിയുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് മരിക്കുമ്പോൾ ആരും നുണ പറയില്ല. അപ്പം മരണമൊഴിയായി ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് നടേശൻ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ സ്ഥാനത്ത് എൻ്റെയോ മറ്റാരുടെയെങ്കിലോ പേരാ എഴുതിയിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര നാൾ ജയിലിൽ പോയി കിടക്കേണ്ടതല്ലേ. തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, മിസ്റ്റർ പിണറായി വിജയനുമായിട്ടുള്ള വഴിവിട്ട ബന്ധമാണ് മഹേശൻ്റെ മരണത്തിൽ നടേശനെ ഒന്നും ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്. അപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാർ മഹേശൻ്റെ പോക്കറ്റിൽ വേറെയും ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ മാറ്റിയെന്നും ഒരുപാട് തെളിവുകൾ നശിപ്പിച്ചു എന്നും അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കൂടെ പുതിയ SIT രൂപീകരിക്കുമ്പോൾ അന്വേഷണം നടത്തണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതിനുള്ള മഹേശൻ 32 പേജിൽ എഴുതി വച്ചിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധവും ആ ബന്ധത്തിൻ്റെ പഴക്കവും വെള്ളാപ്പള്ളി നടേശൻ്റെ ബിനാമിയായി കള്ളുഷാപ്പ് മഹേശൻ്റെ പേരിൽ ബിനാമിയായിട്ടെടുത്ത് അവിടെ കള്ള് കച്ചവടം നടത്തിയത് ഉൾപ്പെടെ ഒരുപാട് അപ്പേരിക്കാസികളിൽ പ്രതിയായതുൾപ്പെടെ കള്ളിൽ കഞ്ചാവ് കടത്തി വരുന്ന വെള്ളാപ്പള്ളി സാർ വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കള്ളിന് വീര്യം കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് പറയുന്നു. ഒരുപാട് പണത്തെ സംബന്ധിച്ചും സ്വർണത്തെ സംബന്ധിച്ചും വയർലെസ്സിനെ സംബന്ധിച്ചും അങ്ങനെ നടേശൻ സാർ വലിയൊരു ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ആ കത്ത് വായിക്കുമ്പോൾ, ആത്മഹത്യാ കുറിപ്പ് വായിക്കുമ്പോൾ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് നടേശൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ രാഷ്ട്രീയ സ്വാധീനം, പിണറായി വിജയനോടുള്ള അടുപ്പം വെച്ച് അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്തില്ല, അദ്ദേഹം ഇങ്ങനെ സുഖം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ടകശനി കൊണ്ടേ തീരുന്നൊരു വാക്കുണ്ട്, ഏത് ശക്തനും ക്ഷയിക്കും, നടനാണെങ്കിൽ നശിക്കും, മനുഷ്യനാണെങ്കിൽ മരിക്കും. നമ്മൾ സദാം ഹുസൈനെയും ഈദി അമീനിനെയും
പിന്നെന്താണ് ഹിറ്റ്ലറെയും മുസോളിനിയും ഒക്കെ കണ്ടിട്ടുള്ള ലോകത്ത് കണ്ടിട്ടുള്ള ഇവരുടെയൊക്കെ അന്ത്യം വളരെ വളരെ മോശമാണ്. അപ്പോൾ നടേശന്റെ അന്ത്യം തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ടേഴ്സിനെയാണ്. നിങ്ങളുടെ ചോദ്യത്തിനോടുള്ള എൻ്റെ ഉത്തരവാദമാണ്. അത് മിസ്റ്റർ VM സുധീരന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏത് അധർമ്മിക്കും എവിടെ ഒരു ലൂപ്പ് ഹോൾ ഇടും. ഇപ്പം ബാൽസാർ ഇരിക്കുകയാണ്, വലിയൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിരുന്നു. എവിടെ ഒരു ലൂപ്പ് ഹോൾ ഉപേക്ഷിച്ചിട്ടേ ഉള്ളൂ ഒരു കുറ്റവാളി പോവുള്ളൂ. അങ്ങനെയല്ലേ സാറേ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഗോൾഡൻ? അതെ. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനകത്തും ലൂപ്പ് ഹോൾ സിസ്റ്റം പോലുണ്ട്. ഒരാളെ വെള്ളപൂശുന്ന അന്വേഷണമാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. എന്നാൽ ഇപ്പോൾ സാക്ഷാൽ കടച്ചുകുളങ്ങര അമ്മയുടെ മുമ്പിൽ ഒരു 15 മീറ്റർ പോലും ഇല്ല ഈ മഹേശൻ ആത്മഹത്യ. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് സമുദായങ്ങളുണ്ട്. ബ്രാഹ്മണരുണ്ട്, നായന്മാരുണ്ട്, പണിക്കന്മാരുണ്ട്, വിശ്വകർമ്മകരുണ്ട്, പുലയന്മാരുണ്ട്, ഉള്ളാടന്മാരുണ്ട്, കുറവന്മാരുണ്ട്, മലയരയന്മാരുണ്ട്, ഭണ്ഡാരങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് കമ്മ്യൂണിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു സമുദായത്തിന് ഇത്രയും വലിയൊരു ഗതികേടുണ്ടായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ ഒരു കാര്യദർശി അതിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ കെട്ടിത്തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ നടേശൻ്റെ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ഷെയിമാണ്. അതും അദ്ദേഹത്തിൻ്റെ കൂടെ 36 വർഷത്തോളം സേവനം ചെയ്ത ഒരാളാണ്. അപ്പം അത് VM സുധീരൻ്റെ രൂപത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം ഗുരുഭക്തരാണുള്ളൂ. ഗുരുദേവൻ അയച്ച ഒരു ദൂതനായിട്ടാണ് ഞാൻ മിസ്റ്റർ VM സുധീരനെ. ദൂതചേഷ്ടകളൊക്കെയും ദേവശാസനയാണ്. അപ്പോൾ ദേവശാസന എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ ഒരു ശാസന അല്ലെങ്കിൽ ആ ചേഷ്ടയാണ് ദൂതനിലൂടെ കണ്ടത്. അതാണ് ശ്രീ VM സുധീരൻ്റെ ശുപാർശക്കത്തായിട്ടും ഒക്കെ വന്നത്. ഇപ്പോൾ മിസ്റ്റർ സതീശൻ എന്ന് പറയുന്ന 1% വിട്ടുവീഴ്ചയ്ക്ക് ഇട കൊടുക്കാത്ത സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രിയും കേരളം ഭരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഈ സർക്കാരിൽ നിന്നൊരു നീതി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇഫ് ദർ ഈസ് ജസ്റ്റിസ് വി വാണ്ട് ജസ്റ്റിസ്, നമുക്കത് അവകാശപ്പെടാം. അപ്പോൾ ഇത് തീർച്ചയായും അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം, സമയം സമാഗതമായിരിക്കുന്നു. നടേശൻ ക്ഷീണിതനായിരിക്കുന്നു. സദാം ഹുസൈൻ്റെ ഒരു പരുവത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ ദിവസങ്ങളില്ല, ചിലപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന വൃക്ഷം ഒരു പുതിയ തരം മരുന്നുണ്ട്. ഈ ചൂട്ടിലിട്ടാൽ മതി, പെടന്നു പോകും. വലിയ മരം പെടന്നു വീഴും എന്ന് പറഞ്ഞ പോലെ നടേശൻ എന്ന വൃക്ഷം പെടരാൻ വേണ്ടി സുധീരനിട്ട ഒരു പ്രത്യേകതരം രാസപ്പൊടിയാണ് അദ്ദേഹത്തിൻ്റെ ശുപാർശക്കത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.